അപ്പോൾ എല്ലാ ദിവസത്തെയും പോലെ ഇന്ന് നമ്മൾ രാവിലെ എണീറ്റു. രാവിലെ എന്ന് വെച്ചാൽ അങ്ങ് ഭയങ്കര രാവിലെയൊന്നുമല്ല, വെക്കേഷനൊക്കെ അല്ലേ, അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് ഉറങ്ങി. പിന്നെ ചേട്ടന് 8:30 തന്നെ ജോലിക്ക് പോകണമുള്ളതുകൊണ്ട് നമുക്ക് നേരത്തെ എണീറ്റേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു 10 മണിയോ 9 മണിക്കൊക്കെ നമുക്ക് എണീറ്റാൽ മതിയായിരുന്നു. അങ്ങനെ എണീറ്റ് വന്ന പാടെ ഞാൻ പിന്നെ വേറെ ഒന്ന് ഇരിപ്പോ, അങ്ങനെ ചിലവർ എണീറ്റ് വന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഫോണൊക്കെ ഒന്ന് നോക്കി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് സമാധാനത്തിൽ അടുക്കളയിൽ കയറുന്ന ആൾക്കാരാണ് മിക്കവരും. പക്ഷേ ഞാൻ അങ്ങനെയുള്ള സമാധാനം ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. ഞാൻ നേരെ ഫ്രഷായിട്ട് നേരെ അടുക്കളയിലോട്ട് പോകും. ഇന്നിങ്ങനെ പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പുട്ടുണ്ടാക്കാൻ നോക്കിയപ്പോഴത്തേക്കും തേങ്ങയില്ല. അങ്ങനെ അമ്മയുടെ അവിടെ പോയി തേങ്ങയൊക്കെ പൊതിച്ചെടുത്തപ്പോഴാണ് പറഞ്ഞത് അമ്മയ്ക്ക് ഒരു തേങ്ങ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അമ്മയ്ക്ക് ഒരു തേങ്ങ പൊതിച്ച് കൊടുത്തിട്ട് ഞാൻ വന്ന് തേങ്ങാ വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ തേങ്ങാ വെള്ളം നമ്മൾ വിടുന്ന ഒരു കാര്യവുമില്ല. തേങ്ങാ വെള്ളം ഞാൻ എന്തൊക്കെയായാലും ഞാൻ കുടിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാ വെള്ളം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് ഇളം ചൂടുവെള്ളം വേണം. ഞാൻ പച്ചവെള്ളത്തിൽ നനച്ചെടുത്ത് ഞാൻ ശരിയാവത്തില്ല. ഒന്നീ തിളച്ച വെള്ളത്തിൽ അമ്മയൊക്കെ നനയ്ക്കും, പക്ഷേ എനിക്കത് അറിയാൻ വയ്യ. ചൂടുവെള്ളത്തിൽ ഒരിത്തിരി ചൂടാകുമ്പോൾ ഒരിത്തിരി ഉപ്പിട്ടിട്ട് ആ വെള്ളം വെച്ച് നമ്മൾ നനച്ചിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് നനച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല കുഞ്ഞു കുഞ്ഞു തരിയുള്ള പുട്ടായിട്ട് വരും. ഇവിടെ ഇല്ല കട്ടയായിട്ട് കിടന്നു കഴിഞ്ഞാൽ അവരെല്ലാം അത് മാറ്റി മാറ്റി വെച്ചിട്ട് നൈസായിട്ടുള്ളത് മാത്രമേ എടുത്ത് കഴിക്കത്തുള്ളൂ. ഇപ്പം ഞാനാണെങ്കിലും അങ്ങനെ എടുത്ത് കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരിത്തിരി സമയമെടുത്ത് സാവധാനം നനച്ചെടുക്കും. പിന്നെ പുട്ടിനുള്ള തേങ്ങ തിരുവിയിട്ട് നമ്മൾ ലെയറായിട്ട് ഒരു 3 ലെയറൊക്കെ വെച്ച് കഴിഞ്ഞാൽ പുട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ 2 ലെയറേ വെക്കാനുള്ളൂ. അത്രയും ആഡംബരമൊക്കെ മതി കേട്ടോ. അങ്ങനെ പുട്ടിനാണെങ്കിൽ നമ്മൾ പുട്ട് കുറ്റി ഒന്ന് നനയ്ക്കണം. നനച്ചതിന് ശേഷം ആദ്യം നമ്മൾ തേങ്ങ ഇടണം, പിന്നെ നമ്മൾ മാവിടണം. അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ വിചാരിക്കും ഇവളെന്തോ ഇത് പറയുന്നത്, ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടിയെന്ന്. ഞാൻ എൻ്റെ ഒരു ഇതിന് അങ്ങ് പറഞ്ഞു പോയി കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ചിലവർ ഈ പുട്ട് കുറ്റിക്കകത്ത് ആവി കൊടുക്കും. ആവി കൊടുത്തതിന് ശേഷം മാത്രമാണ് ഈ പുട്ടിനകത്ത് ഇത് മാവ് നിറയ്ക്കുന്നതിന്. ആവിയൊന്നും കൊടുക്കത്തില്ല. നനച്ചാൽ ഉടനെ പുട്ട് വാരിയങ്ങ് നിറയ്ക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ചോറാണെങ്കിൽ നല്ല ഉരുള കണക്കിരിക്കുന്നു, ഉരുളം കല്ല് കണക്കിരിക്കുന്നു കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ടായിരിക്കണം. അപ്പോൾ അത് കുറച്ച് വെള്ളത്തിൽ കഴുകിയിട്ട് അപ്പം തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചങ്ങ് വെച്ച്. അപ്പോൾ അതങ്ങ് ഇരുന്നങ്ങ് തണുക്കും. പിന്നെ മീനും എടുത്ത് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ചേട്ടനാണ് ഈ പാൽക്കാപ്പി ഇടുന്നത്. ചില ദിവസങ്ങളിൽ മാത്രം മതി. പിന്നെ കോഫിയോ ടീയോ ഒന്നും കുടിക്കത്തില്ല. ചില ദിവസങ്ങളിൽ ചോദിക്കുന്ന ദിവസങ്ങളിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ എന്തൊക്കെയായാലും പാൽക്കാപ്പി ഇട്ട് ചേട്ടനാണെങ്കിൽ പുട്ടും കൊടുത്ത് ചേട്ടൻ പോയി. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാപ്പി ഞാൻ ഇങ്ങനെ കുടിച്ച് ഇപ്പോൾ ഒരു സമാധാനത്തിൽ ഞാൻ കുറച്ച് നേരം ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങൾ കിടപ്പുണ്ട്. പിന്നെ ഈ അടയ്ക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൂടുതൽ സമയം അടുക്കളയിലായിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ട് ഫ്രണ്ട് കഥ എപ്പോഴും അടച്ചാണ് ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ പാമ്പിൻ്റെ ഒരു ന്യൂസ് കാണുന്നതുകൊണ്ട് ഭയങ്കര പേടിയാണ്. എന്തെങ്കിലും ഇഴഞ്ഞു വന്ന് കയറിയാൽ നമ്മൾ പോലും അറിയത്തില്ല. അതുകൊണ്ട് എപ്പോഴും ഞാൻ ഫ്രണ്ടിലത്തെ കഥവും ഞാൻ ബാക്കിൽ നിൽക്കുകയാണെങ്കിൽ എപ്പോഴും ഞാൻ അടച്ചിട്ടേക്കും. മക്കളായാലും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എപ്പോഴും ഇങ്ങനെ ചുമ്മാ കഥവ് തുറന്നിടരുതെന്ന്. അതെനിക്ക് ഭയങ്കര പേടിയാട്ടോ പാമ്പിന്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും അടച്ചിങ്ങനെ ഇടും. പിന്നെ നമ്മൾ ചാളയൊക്കെ വെള്ളത്തിയിട്ട് അതൊക്കെ ഇങ്ങനെ തണുപ്പിങ്ങനെ മാറി വരുന്നുണ്ട്. ബാക്കിയുള്ള ആ ഒരു കുറ്റിക്കകത്ത് ഒരു കുറ്റി പുട്ടിരിപ്പുണ്ട്. അതാണെങ്കിൽ ഞാൻ മറ്റേതിനകത്തോട്ട് പാത്രത്തിലോട്ട് ഇട്ട് വെച്ച് പിന്നെ ഈ തിളച്ച ചോറ് നമ്മളിങ്ങനെ കുത്തി വെക്കുന്ന വെച്ചാൽ പെട്ടെന്ന് ആവി വരാൻ വേണ്ടിയാണ്. അങ്ങനെ രാവിലത്തെ ഫുൾ ജോലി ഒതുങ്ങിയിട്ടുണ്ട്. മക്കളൊക്കെ എണീറ്റ് വരുത്തതേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു അവർ വരുന്നതിന് മുന്നേ മീനങ്ങ് കണ്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ വലിയ സീനില്ല. അങ്ങനെ ചാളയാണ്, കുഞ്ഞൻ ചാള. ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരു ചാളയ്ക്കകത്ത് പരിഞ്ഞിൽ കാണുമെന്ന് വിചാരിച്ച്. പക്ഷേ ഒരു ചാളയ്ക്കകത്ത് പോലും പരിഞ്ഞില്ലായിരുന്നു കേട്ടോ. ഈ പരിഞ്ഞിലെന്ന് വെച്ചാൽ ചേട്ടൻ കഴിക്കത്തില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മക്കളും ചില കൂറിനെ കഴിക്കത്തുള്ളൂ. എനിക്ക് പരിഞ്ഞിൽ പൊരിച്ചതും ചൂട് ചോറുമാണെങ്കിൽ എനിക്കത് മതി. വേറെ ഒരു കറിയും എനിക്ക് വേണ്ട. പിന്നെ ചാളയ്ക്കകത്ത് നമ്മൾ ഉപ്പിട്ട് നല്ലപോലെ തേച്ച് കഴുകണം. അതിനകത്തൊരു ഒരിതുണ്ട്, അതിങ്ങനെ പോയാൻ വേണ്ടി കുറേ വെള്ളത്തിൽ ഞാനിട്ട് കഴുകിയിട്ട് നല്ലപോലെ നമ്മൾ കഴുകി ഞെക്കി പിഴിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ബ്ലഡും കാര്യങ്ങളും അതിൻ്റെ ചെതുമ്പലും കാര്യങ്ങളും എല്ലാം നല്ലപോലെ പോയി കഴിഞ്ഞിട്ട് ഇത് വെച്ച് നമുക്ക് പൊരിക്കണം. ഒരു ദിവസം പോലും നമുക്ക് പൊരിക്കാതെ പറ്റത്തില്ല, എന്നും പൊരിക്കണം. പൊരിക്കാത്ത ദിവസം, മീൻ ഇല്ലാത്ത ദിവസമാണെങ്കിൽ മുട്ടയെങ്കിലും പൊരിക്കണം. പക്ഷേ കറി കാണണം, മീൻ കറി മസ്റ്റാണ് കേട്ടോ. എനിക്കല്ല, ചേട്ടന്. അങ്ങനെ നമ്മൾ മീൻ പൊരിച്ച് മീനും വെച്ചിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ച് പിന്നെ ഞാൻ വിചാരിച്ച് എന്തൊക്കെയായാലും അടുക്കളയിൽ നിൽക്കുകയാണ്. രണ്ടടുപ്പ് എന്തൊക്കെയായാലും ഉണ്ട്. അപ്പോൾ അപ്പുറത്തെ അടുപ്പിനകത്തോട്ട് കറിയും വെക്കുക. വെറുതെ അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുന്നത്, എനിക്കാണെങ്കിൽ പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് ജോലി തീർത്തിറങ്ങണം. കുറേ നേരം ഇങ്ങനെ അടുക്കളയിൽ നിന്ന് വരവുന്നത് എനിക്കിഷ്ടമല്ല. അങ്ങനെ ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് പിന്നെ കടുകിട്ട് ഇഞ്ചി വെളുത്തുള്ളി എന്തൊക്കെയാലും നമ്മൾ ചേർക്കും. അതും മുളക് കറിയാണ്. നല്ല കൊച്ചു ചാളയിട്ട് ഒന്നി മുളക് കറി, തേങ്ങാക്കറി ഇപ്പോൾ കുറേ നാളായിട്ടോ വെച്ചിട്ട്. ഒന്ന് തേങ്ങാക്കറി വെക്കണം. തേങ്ങാക്കറി വെക്കണമെങ്കിൽ നമുക്ക് എപ്പോഴും മാങ്ങ വേണം. മാങ്ങ ഇട്ട് മാത്രമേ ഞാൻ തേങ്ങാക്കറി വെക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇലിമ്പിക്ക ഇട്ട് വെക്കും. അല്ല, വടക്കംപുളി ഇട്ട് എൻ്റെ വീട്ടിലൊക്കെ വടക്കംപുളി ഇട്ട് വെക്കും. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇങ്ങനെയൊക്കെയുള്ള മാങ്ങ ഇട്ട് വെച്ച് മാങ്ങ ഇട്ട് ഞാൻ തേങ്ങാക്കറി വെക്കാറുള്ളൂ. പിന്നെ നമ്മളാ
മുളകും മല്ലിയും കൂടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ തക്കാളിയൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം മുളകും മല്ലിയും കൂടെ അതിനകത്തിടും. എന്നിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ വടക്കംപുളി ഇട്ടങ്ങോട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് വെള്ളവും തിളച്ച് നല്ലതുപോലെ വരുമ്പോഴത്തേക്കും മീനും ഇട്ട് കൊടുക്കും. മീൻ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അടച്ചു വെച്ച് ഒരു 2 തിളപ്പ് നമ്മൾ തിളപ്പിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ടല്ലേ നമ്മളെല്ലാവരും വേവിക്കുന്നത്. രാവിലത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോഴൊരു ക്ലീനിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ദാണ്ട ഉച്ചയ്ക്കലത്തെ കറിയൊക്കെ വെച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ക്ലീനിങ് ഉണ്ട്. എൻ്റെ പൊന്നെ, ക്ലീനിങ് തന്നെ. ക്ലീനിങ്ങിനൊന്നും ഒരു കുറവുമില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് എന്താണ് ടേബിളിൻ്റെ പുറം തുടയ്ക്കണം. എന്ന് വെച്ചാൽ പുട്ടായതുകൊണ്ട് തന്നെ പുട്ടിൻ്റെ ഇല്ല പൊടി തരികളൊക്കെ ഇങ്ങനെ നമ്മൾ എത്രയൊക്കെ ഒതുക്കി ഒന്ന് കഴിച്ചാലും തരികൾ അവിടെ തന്നെ കിടക്കും. അങ്ങനെ അതെല്ലാം കൂടെ ഒന്ന് വൃത്തിയാക്കി തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ക്ലീനായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് സെറ്റിയുടെ തുണിയൊക്കെ ആളുകൾ ചേട്ടനായാലും മക്കളായാലും ഒന്ന് പോയി കഴിഞ്ഞാൽ സെറ്റിയുടെ തുണി കിടന്നാൽ പോലും അവരൊന്നും നോക്കത്തില്ല. നമ്മൾ തന്നെ ഇതെല്ലാം ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതെല്ലാം തട്ടിക്കൊടുന്ന് അതിനകത്ത് പുട്ടിൻ്റെ പൊടികളൊക്കെ കിടക്കുന്ന അതെല്ലാം കൂടെ തട്ടിക്കുടഞ്ഞിട്ട് അതൊന്ന് ക്ലീനായിട്ട് വിരിച്ചിട്ട് ഫ്രണ്ടിൽ ആ ഒരു സെറ്റിയിൽ ഇങ്ങനെ നല്ലപോലെ വിരിച്ചിങ്ങനെ കിടക്കുമ്പം ഒരു സുഖം, ഒരു മനസ്സിൻ്റെ ഒരു സുഖം, ഒരു വല്ലാത്ത സുഖമാണ്. അതൊക്കെ ഒരുമാതിരി കിടക്കുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ്. അപ്പോൾ ഞാൻ അതെല്ലാം ഒരു ദിവസം എത്ര ട്രിപ്പ് വിരിക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. വന്നിരിക്കും, അവർ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടും, പിന്നെ അത് കുളമാവും. പിന്നെ ഞാൻ അതിനെ രണ്ടിനെയും പൊക്കും, മക്കളെ രണ്ടിനെയും പൊക്കിയിട്ട് പിന്നെയും ഞാൻ അത് ഒന്നുകൂടെ വിരിച്ചിടും, പിന്നെയും അത് കുളമാക്കും. ഇതൊക്കെ തന്നെ എൻ്റെ ഒരേ ദിവസം ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. അങ്ങനെ അതെല്ലാം വിരിച്ചിട്ടതിന് ശേഷം രാവിലെ തൂക്കത്തിൽ വെച്ച് പുട്ടായതുകൊണ്ട് തന്നെ അവിടെ എല്ലാം ഞാൻ പറഞ്ഞില്ലേ പൊടി ഇങ്ങനെ കിടക്കുന്ന കാരണം എനിക്ക് പിന്നെ ഒന്നുകൂടെ ഒന്ന് തൂക്കാൻ തോന്നി. തൂത്തപ്പോഴാണ് ഞാൻ നോക്കുന്നത് ഇത്രയും പൊടി ഇവിടുന്ന് തലേന്ന് രാത്രി ഞാൻ എന്നും തൂത്ത് തുടച്ചിട്ടാണ് കിടക്കുന്നത്. എന്നിട്ട് ഞാൻ നോക്കിക്കുക ഇവിടുന്നും എല്ലാം കുറേ പൊടി മണ്ണുകളും എല്ലാം കൂടെ എവിടുന്ന് ഇത് വന്ന് കയറുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. പിന്നെ ബെഡ്റൂമിനകത്ത് വലിയ പൊടിയില്ല, പക്ഷേ മുടി എന്ന് വെച്ചാൽ ഒരു മുടി കിടന്നാൽ തന്നെ നമ്മൾ ആ ഒരു ടൈലുണ്ടല്ലോ ചന്ദന കളർ, ആ ടൈല് മേടിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കണേ. പുതിയ വീടൊക്കെ വയ്ക്കുന്നവർ അതിനകത്തൊക്കെ ഒരു പൊടി കിടന്നാൽ പെട്ടെന്ന് എടുത്തറിയും. അപ്പോൾ അതൊരു ഭയങ്കര വൃത്തികേടാണ്. ഈ ഒരു ബ്ലാക്കൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊടി കിടന്നാലും മുടി കിടന്നാലും ഒന്നും അറിയത്തില്ല. പക്ഷേ അതിനെ സംബന്ധിച്ച് ഒരു മുടി കിടന്നാൽ തന്നെ അതിനകത്ത് എടുത്തറിയും. പിന്നെ അടുക്കളയിലെ കുഴപ്പമില്ല. അടുക്കളയിൽ ആദ്യം ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഇതിനകത്ത് പെട്ടെന്ന് അഴുക്ക് പിടിച്ചാൽ പോകത്തില്ല. പക്ഷേ ഇത്രയും നാളായിട്ടും ഇത് ഫെയ്ഡായൊന്നുമില്ല. നല്ലപോലെ ക്ലീൻ ആവുന്നുണ്ട്. തുടച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ അതിനകത്ത് അഴുക്കുകളൊക്കെ നല്ലപോലെ പോകുന്നുണ്ട്. അടുക്കളയും നല്ലപോലെ തൂത്ത് വാരിയതിന് ശേഷം അവിടുത്തെ ജോലിയെല്ലാം കഴിഞ്ഞിനെ ഇറങ്ങിയാണ് ഗെയ്സ്. അത് കഴിഞ്ഞ് ചേട്ടൻ പറഞ്ഞായിരുന്നു ഒരു മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ അതിനൊരു ഉടുപ്പ് തേച്ച് വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉടുപ്പ് എനിക്ക് എടുത്ത് തന്നിട്ടാണ് പോയത്. അപ്പോൾ എനിക്ക് കുറേ നാളായി ഞാൻ തേച്ചിട്ടോ. മറ്റേ ചേട്ടൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ തേച്ചിങ്ങനെ അടുക്കി വെച്ച് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ പിന്നെ സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ചേട്ടൻ തന്നെയാണ് തേക്കുന്നത്. അപ്പോൾ എനിക്ക് തേക്കുന്നത് ഇങ്ങനെയാണോ എന്നൊന്നും എനിക്കറിയാൻ വയ്യ. ഞാൻ അറിയാവുന്ന കണക്ക് തേച്ചിട്ട് എന്നിട്ട് കുഴപ്പമില്ലായിരുന്നു. ചേട്ടൻ ഇട്ടിട്ട് പോയി. ഞാൻ വിചാരിച്ചു ചെറിയൊരു ചുളുക്കൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്കാരൻ പിന്നെ ഒന്നും കൂടി ഇട്ട് തേക്കും. അപ്പോൾ ഞാൻ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ മോൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മോനെ സെറ്റാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ കുഴപ്പമില്ലമ്മ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു സമാധാനം കിട്ടി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ.